അരയെണ്ണ പിട പോലെ താറാവിൻ മൂട് പോലെ മുടി വളർത്തി നമ്മുടെ കെൻസ് തിരിച്ചെത്തി. സുഹൃത്തുക്കളെ, അപ്പം എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. പാട്ടിടല്ലേ പാട്ടിടല്ലേ കോപ്പിറൈറ്റ് ഹോയ് ഹോയ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഏവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം കണ്ടിന്യൂസ്ലി മൂന്നാമത്തെ വ്ളോഗ് ഇടാൻ പോകുന്ന ദിവസമാണ് ഇന്ന്. എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ഒരു പെട്ടി മാത്രമാണ് പൊട്ടിച്ചത്. ഈ ഒരു പെട്ടി മാത്രമാണ് പൊട്ടിച്ചത്. എല്ലാവരും കണ്ടിരുന്നു ഈ ഒരു മഞ്ഞപ്പെട്ടി. അതുപോലെ തന്നെ ഇനി രണ്ട് ലോഡ് ചെയ്ത് ലോഡായോ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ രണ്ട് പെട്ടി നമ്മൾ 123 കാർഗോ വഴി ഗൾഫിൽ നിന്ന് അയച്ചിരുന്ന പുതിയ രണ്ട് പെട്ടി വന്നു. രണ്ട് പെട്ടി നമുക്ക് പൊട്ടിക്കാനുണ്ട്. ജയ് പുറത്ത് പോയി റെഡി ആക്കാം. കൊണ്ട പ്ലീസ് ഓഫാക്കടാ. അപ്പം ഇത് ഷബാദ്ക്ക് വാങ്ങി തന്നാണ്. എനിക്കിത് ഷബാദ്ക്ക് വാങ്ങി തന്നാണ്. ദുബായിൽ നിന്ന് നമുക്ക് ഷബാദ് ഖാൻ്റെ ഒരു സൂപ്പർ ഗിഫ്റ്റാണ്. നാട്ടിലൊന്നും കിട്ടൂല. നാട്ടിൽ കിട്ടാത്ത ടൈപ്പ് കുമ്പള വിടണേ മോട്ടർ കുമ്പള. ഓ, വീട് മൊത്തം കുമ്പളായിട്ടാ. സംഭവം സീനില്ലേ? ഓ, ഇതൊക്കെ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടല്ലേ. ഞാൻ സ്കൂളിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഇപ്പൊ ഇനി സ്കൂളിൽ കൊണ്ടുപോകാനും പറ്റില്ല. ഇത് വൻ മോട്ടറാണ്. ഈസാനെ പൊട്ടിച്ചല്ലേ ഈസാനെ. നല്ല പവറല്ലേ? ക്യാൻസർ ഫുള്ള് എടുത്തട്ടാ. അപ്പൊ ഇത് ഫുൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് തരികയാണ് ഈ കുമ്പളകൾ മൊത്തം. പൊട്ടിച്ചല്ലേ. അപ്പം ഇന്ന് നമ്മളെ കൂടെ അജ്വദിന്റെ കൂട്ടുകാരനുണ്ട്, ബഹുമാനപ്പെട്ട അജ്വദ് ഉണ്ട്. ശാന്തേ, നീ എവിടെ ഇരിക്കുക? അതുപോലെ KP ഉണ്ട്, അഫിണ്ട്. അതുപോലെ തന്നെ ഞാൻ നൂറനെ വിളിച്ചിട്ടുണ്ടോ. സ്പെഷ്യലി നമുക്കിന്ന് വന്ന സ്പെഷ്യൽ ഗസ്റ്റാണ് നൂറ. പിന്നെ ഉമ്മച്ചിണ്ട്. അപ്പോൾ ആദ്യത്തെ പെട്ടി പൊളിക്കാം. നൂറക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. റിച്ചുവിനും കുറച്ച് സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ ഇതിലുണ്ട്. പൊന്തിച്ചേ. ഓ, മതി. മൂന്നാളും പിടിച്ചോണ്ട് പെട്ടെന്ന് എന്തൊക്കെയുണ്ട്. എടാ ബാ. വളരെ മാന്യതയോടെ ഒന്ന് മാറുന്നടി. ഓൻ കമ്പി ബാക്കിക്ക് വന്ന് കുത്തണ പോയിക്കോട്ടോ. മാറുന്നോളൂ. സോറി, ഞങ്ങൾക്ക് കത്രിക അത്ര ഇഷ്ടമല്ല. മേത്ത് കുത്തല്ലേ കേട്ടോ. ആയുധങ്ങളായിട്ട് വന്നാണ്ട്. എടാ മെല്ലടാ. അഫീഷോ തേങ്ങ കൊണ്ടാണ് ചാക്കിൻ്റെ. ഹരിത കർമ്മസേനക്ക് ചാക്ക് വേണം. അവസാനം നമ്മള് വേറെ വാങ്ങൂല. ഹരിത കർമ്മസേനക്ക് ഞാൻ ഡ്രസ്സിന് പോയി. ഞാൻ പറയാമല്ലോ ചാക്ക് ഉണ്ടാവില്ല. കീറണ്ട. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെക്കുക. ഒരു സൈഡ് അല്ല, ഇതെങ്ങനെ അല്ലെങ്കിൽ മൂട് മാത്രം കിട്ടുള്ളൂ. ശരിയാ കേട്ടോ. ടീം 123 കാർഗോ. ഇവലാണ് നമുക്ക് കാർഗോ നാട്ടിലെത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാ. വെറും ഫസ്റ്റ് തന്നെ അഫീഫിന് പല്ലേക്കാൻ ബ്രഷ്. ഇതിന് ഉറക്കാണ്. ഇതാ, ഇത് കുട്ടികളതാണ്. ഇത് എനിക്കാണ്. ഇത് മിസ്വാക്കോ അങ്ങനെ എന്തോ പറയല്ലേ. ഇതെങ്ങനെ ഇതിന്റെ പ്രവൃത്തി? മിദ്വാക്കോ. പറഞ്ഞോളേ. KP മുമ്പ് ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു.
അറബികൾ പോക്കറ്റിലും മലയാളികൾ അടുക്കളയിലും വെക്കുന്ന സാധനം ഈ പറയുന്നത് അറബികള് കീശയിലും മലയാളികള് അടുക്കളയിലും വെക്കുന്ന സാധനം കലം പേന ആണേ. കലം എന്ന് പറഞ്ഞാല് ഹിന്ദിയിലല്ല, അറബിയില്. അപ്പൊ അതേപോലെ അവര് പേനക്ക് പകരം അവര് വെക്കുന്ന ഒരു സാധനമാണ് അറാക്ക്. അറാക്ക് എന്നതിന് പറയാം. എന്ന് വെച്ചാല് ഇതിന്റെ പിന്നിങ് ഗ്രാഫ് ഇതാന്നു അജയതിന്റെ അതിന്റെ തണ്ടാണത്. ഈ സാധനം വായിലിട്ട് ഇങ്ങനെ ഇതാക്കിയാലും വായ നല്ല ക്ലീൻ ആവും. നല്ല തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ള സാധനമാണ്. ബ്രഷ് വേണ്ട, പേസ്റ്റ് വേണ്ട, വായ എപ്പോഴും നല്ല വലിയൊരു സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതങ്ങനെ അതിന്റെ കമ്പാണ് കണ്ടോ. മുട്ടായി അവിടെ ചളി മുട്ടായികൾ അവിടെ വെച്ച് കൂട്ടിട്ടാ. ഇത് ട്രഡീഷണൽ ഇതിന് പറയുന്ന പേര് ട്രഡീഷണൽ ട്രൂത്ത് ബ്രഷ് എന്നാണ്. ട്രൂത്തോ ട്രഡീഷണൽ ട്രൂത്ത് ബ്രഷ് -900 മോറ ഇപ്പൊ ഇത് വെറും ഒരു ബ്രഷ് അല്ല, ഇതാണ് ട്രഡീഷണൽ ട്രൂത്ത് ബ്രഷ്. എന്റെ ഗ്രാഫ് താന്നിരിക്കുന്നു. ഓക്കെ, പ്രശ്നമില്ല. ബോംബെ സ്പെഷ്യൽ ബിരിയാണി മസാല. ഞാനുണ്ടല്ലോ ഈ പെട്ടി വളരെ പ്രധാനപ്പെട്ട പെട്ടിയാണ്. ഇതിലുള്ള സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾ തന്നെ അമ്പരക്കും. അതായത് ഇന്നങ്ങൾ ഒരു വീട്ടിലെ പെരക്കാരനായിട്ട് ഈ പെട്ടി തുറക്കുന്നതോടെ ഞാൻ മാറും. അതായത് ഇതിലത്തെ ഒരു സെലക്ഷൻ കണ്ടാൽ അതായത് നമ്മളെ മൊത്തം ഓഡിയൻസും കണ്ണഞ്ചിപ്പിക്കുന്നത്. അതായത് ഞാൻ തന്നെ പീടിയിൽ പോയി സെലക്ട് ചെയ്ത സാധനങ്ങൾ ഇതിൽ ഫുള്ളുള്ളത്. അപ്പം എത്രത്തോളം ഒരു മരുമോനായിട്ട് കാണാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഞാൻ. എത്രത്തോളം അങ്ങനെ എന്താ പറയാ, അല്ല എത്രത്തോളം പെരീത്തെ കുട്ടിക്ക് എന്താ പറയാ, പേരക്കുട്ടി അല്ല, ചിലർക്ക് പേരക്കുട്ടി, മറ്റേ മോഹൻലാലിന്റെ പുതിയ പടത്തെ ചിലർക്ക് പേരക്കുട്ടി, ചിലർക്ക് മരുമോൻ, ചിലർക്ക് കുട്ടി, ചിലർക്ക് ഇപ്പ, ചിലർക്ക് ഇമ്മ, അങ്ങനെ അങ്ങനെ പോകും നമ്മളെ ഗ്രാഫുകൾ. അതാ കീമ മസാല. അപ്പം വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും 28 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പ്ലീസ്. ലൈക്ക് ഇട്ടിട്ട് കാണുക പ്ലീസ് പ്ലീസ് പ്ലീസ്. ബട്ടർ ചിക്കൻ മസാല. ആരാ മെഷീൻ ഒറ്റയ്ക്ക് എങ്ങനെ ഓണായത്? ബെഞ്ചി മുടി കണക്കുക. ചിക്കൻ ടിക്ക മസാല. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്നതാണ് ഇതൊക്കെ. ഇത് പേസ്റ്റ് ഇതാ പേസ്റ്റ്. ഇതാണ് ഇപ്പൊ ഉദ്ദേശിച്ചത്. ഇത് വരാണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞാണ്. ഇതിപ്പോ ചെയ്യന്തോ. ഇത് പിന്നെ ഇതിൽ എനിക്ക് ആകെ ആവശ്യമുള്ള സാധനങ്ങൾ തൊണ്ടവേദനക്കുള്ള മരുന്ന്, ഹണീന്റെ മരുന്ന്, അതേപോലെ തന്നെ പേസ്റ്റ്. എന്ത് ഇല്ല, ഞാൻ ആവശ്യം ഉണ്ടാവുകയായിരുന്നു. നമ്മളെ കയ്യിൽ വാങ്ങി. വീട്ടമ്മമാരുടെ അടുത്ത് വാർക്കിട്ടതൊക്കെ കാണുമ്പോ വെള്ളം കലക്കുമ്പോ. ഇത് ലോക്കറിന്റെ മുട്ടായി. ഇത് അഫീഫിന്, ജിമ്മിൽ ഡെയിലി പോകുന്ന അഫീഫിന് ഒരു പാക്കറ്റ് ഗ്രനോള ലോ ഷുഗർ സീഡ്സ് ആൻഡ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്. തൊണ്ടവേദനക്കുള്ള മരുന്ന് വീണ്ടും എനിക്ക് ഊരവേദനക്കുള്ളതും തൊണ്ടവേദനക്കുള്ളതും പണിക്ക് കണ്ട് പടായതിന് മാത്രം. ബാക്കിയുള്ളവർക്കൊക്കെ എൻജോയ് ഉള്ള സാധനങ്ങൾ. ബുൾഡാക്ക് റോസ് ഇഷ്ടപ്പെട്ടാ? എനിക്ക് ഇഷ്ട അതുണ്ടാക്കാൻ ഉപ്പുള്ള
നട്ട്സ് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. ഇതില് ഷുഗറിലല്ലോ. ഷുഗർ ഇല്ല. എന്താ അണ്ടിപ്പരിപ്പില്ല? ഓ ബൗണ്ടി എത്ര പാക്കറ്റ് തന്നാ? അവിടെ മറ്റേ ഒരു പാക്കറ്റ് ഉണ്ട് ഫുള്ള് കയ്യാനേക്കണേ. ഇത് രണ്ടും മൗത്ത് ഫ്രഷനറും സംഭവങ്ങളൊക്കെ. ചോപ്പർ. ഇത് നാപ്റ്റോളിൽ കണ്ടുകണ വെള്ളറക്കി ഓർമ്മണ്ടിച്ചു. അതായത് ഇതിക്ക് നമ്മളെ സാധനങ്ങൾ ഇടുക. നമ്മൾ ഉള്ളിയാണെങ്കിൽ ഉള്ളി, ക്യാപ്സിക്കം ആണെങ്കിൽ തക്കാളി ഇട്ടിട്ട് രണ്ട് വലി വലിച്ചാല് പീസാക്കും. കട്ട് ചെയ്യണ്ട. രണ്ടാളൊപ്പം നിന്ന് വലിക്കാൻ പാടെ ഒന്നും കൂടി ആണോ? ഇജ്ജും വലിച്ചു ഓനും വലിച്ചു. അപ്പൊ ഇവിടെ ഇതൊക്കെ ആദ്യം ഉണ്ടോ? ഇതൊക്കെ കണ്ടിട്ടില്ലെന്നല്ലേ. എന്താ പറയുക, ഇതൊക്കെ എടുത്ത് വെച്ചേക്കാം. അതായത് വരാത്ത കുടുംബക്കാർക്ക് വേണ്ടിയിട്ട്. അതായത് എല്ലാ വീട്ടിലും ഉണ്ടാവും. വിദേശത്തുള്ള ഒരിക്കലും നമ്മളെ വീട്ടിലേക്ക് വരെ പോലും ചെയ്യാത്ത സങ്കല്പത്തിലെ കുടുംബക്കാർ എന്തെങ്കിലും വിരുന്ന് വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 2055 2075 എടുത്തു വെച്ച കുറച്ച് പാത്രങ്ങളും സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതിലുള്ളതാണ് കേട്ടോ അത്. ഇതാനക്ക് ചിത്രം വരക്കാനല്ലേ? ഇതമ്മാ കറാച്ചി ബീഫ് ബിരിയാണി, മലായ് ചിക്കൻ ബിരിയാണി, ഇതൊക്കെ ബിരിയാണി മസാലകളാണ്. ഭക്ഷണം ഉണ്ടാക്കുക, നോൽമിന് ഇത്രയും ഐറ്റംസ്. അങ്ങനെ തന്നെ. അതിൽ കണ്ടിപ്പരിപ്പാളൊക്കെ ഇട്ട് വലിച്ചു നോക്കി പൊടിയാവും. അല്ലല്ല അത് വേണ്ട, സാധനം തവിട് പൊടിയാവും. ഒരു പാക്കറ്റ് എനിക്കറിയാം ഇതൊക്കെ എനിക്ക് പറ്റൂന്ന്. ഇതാ അരിപ്പ എനിക്കറിയാം വേണ്ടി വരുന്ന്. അതിനെ ഞാൻ പറഞ്ഞേ, ഇത് വീട്ടുകാരെ കണ്ണഞ്ചിപ്പിക്കുന്ന, ഇതൊന്ന് കാണിച്ചു കൊടുത്തറ. വീട്ടുകാരെ കണ്ണഞ്ചിപ്പിക്കുന്ന സാധനങ്ങളാണ് ഇതിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. ലോഷൻ. ഇവനോട് ഞാന് ചട്ടി കാട്ടിക്കൊടുത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ബാംഗ്ലൂർ കിട്ടണ 2-3 സ്ഥലം. അതിൽ എന്നൊക്കെ പറഞ്ഞ അവസാനോട് പറഞ്ഞു നമ്മക്ക് ഒതുങ്ങിയൊന്ന് പോണം ഇങ്ങോട്ടേ. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോ വല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചത്. നൂറക്ക് ക്രയോൺസ്, ഫുൾ കിറ്റ്. ഇത് ഇപ്പച്ചിക്ക് ബിസ്ക്കറ്റ്, സാൾട്ടഡ് കാഷ്യൂ, നൂറക്ക് കളർ പെൻസില്. ഇതിൽ ഇതേപോലെ റിച്ചുവിനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് എന്തോ ചോക്ലേറ്റ് പൊടിയാണ്, എന്തോ കാട്ടിയാ എന്തോ ആവും. ഇത് റിച്ചുവിന് എടുത്തേക്കണം കേട്ടോ. റിച്ചുവിന്റെ സാധനങ്ങളുടെ അവിടെ വെച്ചോളി. എല്ലാവർക്കും ഉള്ള പരിപാടി, എല്ലാവർക്കും ഉള്ള സാധനം 2 പെട്ടി നിറച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളി. ബുൾഡാക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് മൊത്തത്തിലേ കൊടുക്കുക. ഇത് ആർക്കും തരില്ല. ഇത് ഞാൻ തേക്കണ സോപ്പാണ്, സൂപ്പർ സോപ്പാണ്. സൈഡില് ഇതൊക്കെ വരുന്ന മറ്റേ പൊന്നാമന്റെ ചിത്രമൊക്കെ വരുന്ന സോപ്പാട്ടോ. ഇതെന്താ എനിക്കും അറിയില്ല. ഇത് ഒരച്ച് കുളിച്ചാന്, മേത്ത് അരച്ച് കുളിച്ചല്ല. ഇത് ദുരിയൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഉണ്ട്. ലോകത്തെ ഏറ്റവും ദുർഗന്ധമുള്ള ഫ്രൂട്ടാണ്. അതിനെ കൊണ്ടുള്ള മുട്ടായി ഇപ്പച്ചിക്ക് കഴിക്കും. അത് കഴിക്കുമ്പോ കുഴപ്പമില്ല. സൂപ്പർ എക്സ്ട്രാ മിക്സ്. മറിയം. ഇത് ബാത്റൂമിലും ഇവിടെയൊക്കെ വെക്കുന്ന സാധനങ്ങള്. ആവശ്യം ഉണ്ടാവും എനിക്കറിയാം. ബുൾഡാക്ക് ഓറഞ്ച്, റെഡ് വെൽവെറ്റ് ചീസ് കേക്കിന് എന്തോ ഒരു സംഭവം. ഇതാ ഞാൻ പറഞ്ഞേ സാധനങ്ങൾ ഇനിയുണ്ട്. ഇതാ ഇത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാം, കുട്ടികൾക്കൊക്കെ. അതല്ല പൊടിക്കല്. കറക്റ്റി ജിഞ്ചർ ചായ. ഇതൊരു ചായ ഉണ്ടാക്കി തരട്ടെ പോണതിന്റെ മുന്നേ, നല്ലൊരു ചായ. മറിയം. പൊക്കാരി കുടിച്ചിട്ടില്ല.
തണുപ്പിക്കണ്ടേ ഇത് ഷുഗർ കുടിച്ചാൽ പമ്പ കിടക്കും. കുടിച്ചാൽ അമ്പടക്കും. അല്ല നമ്മളവിടെ പമ്പ കിടക്കും മൊത്തത്തില്. അത് തണുപ്പിച്ച് കുടിക്കും. സൗണ്ട് ഉണ്ടാക്കലടാ. ഇതാ ഇത് 2 ചോക്ലേറ്റിന്റെ എന്തോ സംഭവങ്ങള്. എൻ്റെ അപ്പച്ചി ചോദിച്ചിനി കുറേ ആയിട്ട്. അത് പിടിച്ചോട്ടാ. ഇതാ ഇത് ചോക്ലേറ്റ്, ഇതും ചോക്ലേറ്റ്. ഇതിൽ വാണ്ടി എടുത്തോണ്ടിട്ടോ. KP അജുവത്, KP അജുവതിന്റെ കൂട്ടുകാരൻ ഇഷ്ടപ്പെട്ട എടുക്കുക കഴിക്കട്ടോ. എല്ലാവർക്കും ഉള്ളതാണ്. ഇത് അൽമറായിന്റെ ഇതിലല്ല, ഇതിലെന്ത് ഇഷ്ടപ്പെട്ട് എടുത്തോണ്ട്. പാലല്ല, അത് ഫ്രൂട്ടി പോലത്തെ മിസ്വാക്ക് വലുത്. തണുപ്പിക്കാൻ എടുത്തൊക്കെ ആരും എടുക്കരുതേ. തണുപ്പിച്ചിട്ട് കാണല്ല. അത് അങ്ങനെയാണ് ഈ അക്ഷരത്തിലെ. ദത്തറായിട്ടോ പൗതിയായി, സാധനങ്ങൾ പൗതിയായി. പൊക്കാരി പ്രൈമ് മെസ്സിന്റെ ഡ്രിങ്കും മാസ് പ്ലസോ ഒന്നും കുടിച്ചാൽ വലിയ മെച്ചുണ്ടാവില്ല. എനർജി ക്ലോക്ക് നടക്കാത്താണോലോ. ആണോ? അത് തുറന്നാ ഇനിയും പ്രശ്നമായോ തന്നെ? ക്ലോക്ക് 1 മണിക്കൂർ ബാക്കിലാട്ടോ. ഞാൻ ഇപ്പോൾ മിക്കവാറും ഇതിൽ നോക്കി ട്രെയിൻ പോയിക്കണം. എൻ്റെ ട്രെയിനൊക്കെ ഇവിടെ ഷൊർണൂർ കഴിഞ്ഞ് കാണും. അത് ബാത്റൂമിൽ വെക്കണേ ഫ്രഷ്നർ. അവിടുന്ന് പോരുമ്പോ എന്തെങ്കിലും അതെ എനിക്ക് ഇന്നോട് പറഞ്ഞോളൂ, എന്തെങ്കിലും വാങ്ങിച്ചോ കഴിഞ്ഞോ. ഞാൻ പൈസ ഞാൻ തന്നെ ഇതിലാറ് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും വാങ്ങിപ്പോയി. ഇത് അഫീഫിന് പൂതി കഴിച്ചാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. കുട്ടികളൊന്നും വാപ്പാരെ വെറുതെ പോയിട്ട്. കാരണം ഇത് യാതൊരുവിധ ടേസ്റ്റും ഉണ്ടാവില്ല. ഇത് അങ്ങനെ അതിൻ്റെ രസത്തിൽ കുടിച്ചു പോവാ. വല്ല ഷട്ടിൽ കളിക്കാൻ പോകുമ്പോൾ അതിന് മുമ്പൊക്കെ എന്തെങ്കിലും വേണേൽ കളിച്ച് പോവാന്നല്ലാതെ കുറച്ച് എനർജി കിട്ടും, കഫീൻ കിട്ടും എന്നല്ലാണ്ട് വേറൊരു മെച്ചം അതിനെ കൊണ്ടില്ല. അതായത് കുട്ടികളത് കണ്ടിട്ട് ഇപ്പാനോട് വാങ്ങിത്തരാൻ പറയരുത്. വേറെ എന്തെങ്കിലും വാങ്ങി വല്ല ജ്യൂസും വാങ്ങി ഫ്രഷ് ജ്യൂസും വാങ്ങി കുടിച്ചോണ്ടി എല്ലാ കുട്ടികളും. അല്ല പ്രത്യേകം പറഞ്ഞു നല്ല ചെപ്പന്മാരെ പോയി ഗതി എടുത്തും. അപ്പൊ എന്നാ അപ്പന്മാർ എന്നിട്ട് കുടിച്ചു നോക്കുമ്പോൾ ഉപ്പന്മാരെ പറയും എന്ത് തേങ്ങ അതെന്ന് ചോദിച്ചു ചെയ്യും. ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് എയർ ഫ്രഷ്നർ പോലത്തെ. ഇതും ഓറഞ്ച് ജ്യൂസ്. ഇത് എങ്ങനെയുണ്ട്? പക്ഷേ കഴിഞ്ഞ വ്ളോഗിൽ ഫുൾ ആക്റ്റീവ് ആയിരുന്നു എല്ലാവരും. മണുണ്ടോ നോക്കട്ടോ. കണ്ണുകൂടായോ? ഇതിന്റെ അടപ്പോടെ. ഇനി ബാക്കിയുള്ള സാധനം ഇതെന്തോ ഷാമ്പു. ഷാമ്പു അല്ല, ഇതാണ് എൻ്റെ ചെറിയ ചെറിയ കറായ ഷർട്ടുകളുണ്ടല്ലോ. ഈ സാധനം ഒരു തുള്ളി ഇട്ടിട്ട് ഒറ്റ അടിക്ക കണ്ണുകൂടെ. തത്തമ്മന്റെ തീറ്റ. ഇത് ഇപ്പച്ചിക്ക് തിന്നല്ല. ദഫിയെ ഇത് നൂറൻ്റെ ഉണ്ട് ഇവിടെ. ഇതെന്തോ ചൈനീസ് കൊറിയൻ എന്തോ സംഭവം. അതെന്താ ഈസനെ മണ്ണ് കുത്തല്ലോ. അത് ഒന്നാക്കില്ല, അത് സോപ്പും പൊടി അല്ലതേ. അന്നൊന്ന് അത്രയും കാറുണ്ടാവും. ശരിയാ നൂറ. ഇതൊരു ചൈനീസ് ഐസ് ഡ്രിങ്ക് ആണ്. എനിക്ക് കൊടുന്ന തണുപ്പിച്ചിട്ട് കുടിച്ചോണ്ട്. അൽമറായിന്റെ ചോക്ലേറ്റിന്റെ എന്തോ എന്താ ഇതും കുട്ടികൾക്കുള്ള കേട്ടോ, ചെറിയ കുട്ടികൾക്ക്. ഇതും എന്തോ ചൈനീസ് എന്തോ
മാക്കിമേമി. ഞാന് എത്ര മിഞ്ഞാന്നത് വാങ്ങിയത് ആഴ്ച മാത്രം എന്താ പണി കെട്ടിയേക്കണോ എന്നൊക്കെ ഇങ്ങനത്തെ ഒന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഒറ്റ മുറി എന്നിട്ട് ആഴ്ച മാത്രം 2 ആക്കിയാണ്ട് വരുന്നതൊക്കെ എന്താ ഇതൊന്നാ വെച്ചാ പോരെ. ആഴ്ച ചിലപ്പോ അത്ര സൈസ് പറ്റുന്നുണ്ടല്ലോ, ചെറിയ സൈസിൽ തുടക്കാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതില്ലേ ഈ സാധനം കുറച്ച് ലാസ്റ്റിംഗ് ഉള്ളതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അതിന് ലാസ്റ്റിംഗ് ഉണ്ടാകണം. ഇത് വെള്ളത്തിലിട്ടക്കരുത്. ഇത് അവനാന്റെ പണി കഴിഞ്ഞാൽ കരുവട്ട കഴിക്കും. അതാണ് ഞമ്മക്ക് അറിയില്ലല്ലോ. ഭയങ്കരമായിട്ട് പിന്നെ ഫംഗസ് ഇതൊക്കെ വരുന്ന സാധനം, ബാക്ടീരിയ വരുന്ന സാധനങ്ങളാണ്. പക്ഷെ നമ്മള് നല്ല വൃത്തിയാക്കിയിട്ട് കഴിച്ചിട്ട് വെച്ചാൽ മതി. കയറ്റത്തിൽ വെക്കാം. ഓക്കെ, എന്നാ എല്ലാരും ഇതെല്ലാരും തിന്ന് കഴിഞ്ഞിട്ട് കയറ്റത്തിൽ വെക്കാം. ആ കേക്ക് കഴിഞ്ഞിട്ട് കയറ്റത്തിൽ. ഇതെന്താ ഇതെന്താ ഇനി ഇത് തുറന്ന അതേ ഉസാറിൽ തുറന്ന. ഇത് എല്ലാവർക്കും തിന്നൂടി. ഒരു പാക്കറ്റ് ഒമാൻ ചിപ്സ് ഇതവിടെ ചണിമ വാക്കിൽക്കൊക്കെ കൊടുത്താനി. ഇതെന്താ ഇതെന്തോ സ്പ്രേ. ഇതാ ഈ ഐറ്റത്തിലെ ലാസ്റ്റ് സാധനം മരീജ് ത്വവാബിലു ലി ബിരിയാണി. അങ്ങനെ പറഞ്ഞപ്പാ മരീജു ത്വവാബിലു ബിരിയാണി. ആ മസീജ ബിരിയാണി മിക്സ്. ഓക്കെ കഴിഞ്ഞിട്ടാ. അപ്പൊ സക്സസ്ഫുള്ളി ഇല്ല പെട്ടി ആവശ്യമുണ്ട്. ആദ്യത്തെ പെട്ടി നമ്മൾ ഫുള്ളി അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ദുബായിലുള്ള അതിന് വരാം. ദുബായിലുള്ള ടീം 123 കാർഗോ, ഞാൻ വീണ്ടും പറയുന്നു, ഇവരാണ് നമ്മളെ സാധനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട്. എപ്പോഴും ഇത്രയും ലഗേജ് നാട്ടിലേക്ക് എത്തിക്കാൻ ഭയങ്കര റിസ്ക് ആണ്. അപ്പോൾ അത് നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഫുൾ ഓലാണ്. സമയം എത്രയായി അധികം നോക്കണ്ട, അത് 1 മണിക്കൂർ ബാക്കിലാണ്. ട്രെയിനൊക്കെ സമയം 8 മണി. അപ്പം സമയം ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് ഒരു പെട്ടി കൂടി പൊളിക്കാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തോളട്ടെ ഗ്യാപ്പിൽ എന്തെങ്കിലും പോന്നോട്ടെ, സബ്സ്ക്രിപ്ഷൻ പോന്നോട്ടെ. രണ്ടെണ്ണം ആ സൊമ്പൊടി ഞാൻ കൊടുന്നാ. പാൽപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ വിജയിച്ചു. പാൽപ്പൊടിന്റെ പാക്കറ്റും കൂടി ഉണ്ടെങ്കിൽ ഇതിലേ കണ്ടമാന സാധനങ്ങളുണ്ട്. അല്ല എടുത്തോളി, എത്രയോ സാധനങ്ങളുണ്ട്. എല്ലാവർക്കും ഉള്ളത് ഇതിലുണ്ട്. മനസ്സിലായി. പക്ഷെ ഞാൻ എന്താ പറയുക, ചിത്രം വരക്കണ ഇപ്പൊ എൻ്റെ ഇതിൽ 100 കൂടുതൽ ചിത്രം പരിപാടിയായിട്ട് നടക്കുന്നത് വരക്കാനല്ലേ. അടുത്ത പ്രാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഞാൻ കരുതി കുട്ടികൾക്ക് മുട്ടായി മതി. കൂട്ടത്തിൽ കുറച്ച് കലയായിട്ട് ബന്ധമുള്ള നൂറക്കാട്ടോ. അപ്പോൾ നൂറക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. നൂറക്ക് ഉപകാരപ്പെടില്ലേ നൂറൊക്കെ? അപ്പം നമ്മളെ രണ്ടാമത്തെ പെട്ടി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതട്ടോ ഒരു പാക്കറ്റ് സോപ്പും പൊടി കൂടി കൊണ്ടുണ്ടോ? ഞാൻ വിചാരിച്ചു എനിക്കറിയാതൊക്കെ ആവശ്യം ഉണ്ടാവും. ഞാൻ അതാ പറഞ്ഞത്. ഇതൊരു മാറിക്കട്ടെ. മാർക്ക് 2 കടി അടിച്ച് അങ്ങോട്ട് വിട്ട് വലിച്ചിനി. ഇറങ്ങാനല്ല മോളത്തെ ആ ഒരു സ്പ്രാങ്ങിട്ടാണെങ്കിലേ ഞാൻ പൊട്ടിക്കേ ഒഴിവാക്കടാ. സ്കൂൾ കൂട്ടോ 23 നേരത്തെ പൂട്ടും. നേരത്തെ പൂട്ടി വൈകി തുറക്കും. അങ്ങനെ മൂടാണ്. ലേറ്റ് അല്ലേ? ഏത് 23 പൂട്ടി തുറക്കുമ്പോ ഞമ്മക്കൊക്കെ എത്ര 12 ദിവസം ലീവ് ഉണ്ട്. ഇപ്രാവശ്യം വൻ പരിപാടികളുണ്ട് കേട്ടോ. കുട്ടികളെ കണ്ണൊക്കെ ഒന്ന് മാറ്റിക്കോളിട്ടോ. മതി
എനിക്കിഷ്ട തിന്നോട് 7 days. ഇത് ഈ എളിയവന്റെ കുറച്ച് പാവപ്പെട്ടതാ ചട്ടകം നോൺ സ്റ്റിക്ക്. എനിക്കറിയാം ഇത് ഇതെന്താ സാധനം അറിയോ? ഇത് 100 ഉള്ളതാട്ടോ. ഇത് എനിക്ക് കൊടുന്ന എന്തോ എറൈസർ. എനിക്കറിയാം ഇതിനെ പറ്റി. എനിക്കറിയാം സിസ്റ്റർ, എനിക്കറിയുന്ന എനിക്കറിയാം. അതുകൊണ്ടാണ് അതെന്തോ പ്രത്യേകത. അതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച നൂറ, അത് വർക്ക് ചെയ്യിപ്പിച്ച മുട്ടായി ഇതൊക്കെ കുട്ടികൾക്കുള്ളതാണോ? ഇതട്ടമ്മ കറ പോണത് നിവ്യന്റെ. ഇത് എന്താണ് ബാറ്ററി ഏതാ? മറ്റേ ബാറ്ററിയാ? ചെറുതാണ് ഇട്ടെടുത്താ? ചെറുതാണ് ഇട്ടാ? എടുത്തോ 2 ബാറ്ററി ഇട്ടാ? ഇത് ഈ പാവപ്പെട്ടവന്റെ കുറച്ച് ടൗസറും കുപ്പായാണ്. ഗ്രീൻ ടീ ഇതാണ് വേണ്ടത്. കഴിഞ്ഞിരിക്കുന്നു. നോ ഷുഗർ. ഉള്ളിൽ സങ്കടം ഉണ്ട് പറയുമ്പോ അതാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോ അതാണ് വേണ്ടത്. കുടിച്ചാനും വെക്കൂല, ചവർപ്പോടെ കുടിച്ചു വിടുമ്പോ. എത്ര കപ്സ് ആണ്? 2 cups. അങ്ങനെ തന്നെ രാവിലെ എന്തോ ചോക്ലേറ്റ് കപ്പ് കേക്ക് സെറ്റായോ? അതപ്പം ഒരു പുതുതലമുറയുടെ ഒരു എറൈസറാണ് ഈ കൊടുത്തിട്ടുള്ളത്. മോട്ടർ എറൈസർ കേട്ടോ. അതായത് ഒരു കുട്ടീനെ മോട്ടർ ആക്കിയിട്ട് എറൈസ് ചെയ്യിപ്പിക്കാനുള്ള എല്ലാ സംഭവങ്ങളും അതിലുണ്ട്. ഇത് മായ്ച്ചു കുഴങ്ങുമ്പോ വേർക്കുമ്പോ കാറ്റ് വിളിക്കാനാണ്. അതിന്റെ ടെക്നിക്ക് വരയ്ക്കാൻ ഉപയോഗിക്കൂലേ? കണ്ണൊക്കെ വരക്കുമ്പോൾ ഉള്ളില് വെള്ളം കൃഷ്ണമണിന്റെ കളർ ഓർക്കാനോ? പങ്കൈമിട്ട് കറക്കിട്ട് ദൂരണം കത്തിയൊന്ന് ഒഴിവാക്കിക്കാം. അതിന്റെ അടുത്ത് മാറ്റി ഒന്ന് മെഷീൻ ഫുള്ളായിട്ട് പോന്നോ? ഇതാണ് ഇലക്ട്രീഷ്യൻ ആണ്. പങ്ക കുത്തിക്കായ്മേ ഇപ്പൊ കറങ്ങുന്നത്. ഞാൻ കറങ്ങുള്ള ഇപ്പൊ ഓട്ടോ എത്തിത്തരും. അതാണ് ആവശ്യമില്ലാതെ ഞാൻ കൊടുന്നു കുടുങ്ങിയോ? ഇതില് ഇതേപോലെ റിച്ചുവിനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ആണോ? എറൈസ് ചെയ്ത പൊടിയൊക്കെ അടിച്ചു വിടാന്. അതെ, ഫ്രിഡ്ജിൽ വെച്ചാൽ എനിക്ക് പോകുമ്പോ ഒരു പാക്കറ്റ് കൊണ്ടോ അതൊന്ന് ഫ്രീസർക്ക് വെക്കുവോ? അത് സാധാ എന്താ നല്ല രസമാണെന്നല്ലേ, കുടിച്ചാ നല്ല രസം. അതുകൊണ്ട് വാങ്ങിയ സൂപ്പർ അല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇതട്ടോ ഇതട്ടോ ഇപ്പച്ചിന്റെ സ്കൂളിലത്തെ കുട്ടികൾക്ക് ഓരോന്നീച്ചൊക്കെ കൊടുക്കാൻ എല്ലാവർക്കും ഇല്ല. ജയിച്ച് ആരും തന്നല്ല, ഞാൻ തന്നെ വാങ്ങിയ. ഒരെണ്ണം ഉണ്ടാവും ചിലപ്പോ. ലിയോന്റെ ഡ്രസ്സുകൾ, പിസ്തന്റെ മുട്ടായി. ഇതാ പച്ചിക്ക് ഒരു പാക്കറ്റ് നിറയെ ബിസ്ക്കറ്റ്. ചോക്ലേറ്റ്. ഇതമ്മ ഇതെന്താ സാധനം അറിയോ?
ഇതിന്റെ ബാക്കിൽ കുറച്ച് എണ്ണാക്കി കൊടുത്തിട്ട് ദോശ സാധനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മേലെ കൂടെ പരത്താനുള്ള സാധനം. എണ്ണ പരട്ടർ ഇതിനെ മേലെ ഒഴിച്ചെടുക്കണം. അതാ പറഞ്ഞതേ ഇതൊരു അടുക്കളക്ക് ആവശ്യമായ രീതിയിലുള്ള സാധനങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അനുയോ ഏതാ ചീയപ്പം ഏതപ്പം ചീയപ്പം. ഇതെന്താ ദഫ്മുട്ടിനുള്ളത് ഇന്ന് പോണാട്ടോ. ഇതാ ഇത് സൂപ്പർ സാധനം പിസ്താഷ്യോ കുനാഫ. എടി ഇതൊന്ന് ഫ്രീസറിൽ കൊണ്ടുപോയിട്ടാ M&M. ആ ഇതാ ഞാൻ ഇന്നലെ ചോദിച്ചു. ഒന്നല്ല അത് മൂന്നെണ്ണം തരി അത് ഫ്രീസർക്ക് 3 തരി. 3 വേണം. അല്ലെങ്കിൽ ആ ഓനോട് ഒന്ന് ഇടിയെന്ന് പറഞ്ഞു. അല്ലല്ല നൂറ എന്നാ ഇത് 3 വെച്ച ഫ്രീസർക്ക് പോകുമ്പോ കുടിക്കുക. അഫിക്ക് എന്താ ഈച്ചൂന്റെ പെട്ടി വലിയ 2 പെട്ടി വരാണ്ട് ഇനി അതും പൊളിക്കാണ്ടേ. നിങ്ങളെന്താ കരുതി നമ്മൾ ചെറിയ രീതിയിലാണ് എഴുതിയോ? ഒരിക്കലല്ല, പെര നിറയെ സാധനം നിറക്കുക, അതാണ് എൻ്റെ ഗോൾ. ലോക്കറ് ഇത് പെട്ടിട്ട് ഈ സാധനത്തിന്റെ ഓറഞ്ച് ഫില്ല് ചെയ്തിട്ടുള്ള ഡേറ്റ്സ് അനുയോ ഇതിന്റെ ഒരു മണി വരല്ലേ അതോടെ അത് വാങ്ങിയില്ല പ്രാവശ്യം. ആഫിയ ഇനി അതൊക്കെ തിന്നീനി. അവൻ തീറ്റ നിർത്തിയപ്പോൾ അതൊക്കെ കൊണ്ടുവരൽ നിർത്തി. ഇനി പിസ്ത, സാൾട്ടഡ് പിസ്ത, ബിസ്ക്കറ്റ് ഇതാ പിസ്തിൻ ടോയ്ലറ്റിക്ക് പറഞ്ഞ അപ്പൊ കൊറേ കാലം നിൽക്കും. അതൊരു ടോയ്ലറ്റ് ലെവലാണ് തോന്നുന്നത്. ടോയ്ലറ്റിന്റെ എല്ലാ പ്രത്യേകത അറിയാം കേട്ടോ. എന്ത് ടോയ്ലറ്റുകൾ എന്ത് പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്താലും അജോ അപ്പം പറയുന്നുണ്ട് സാമഗ്രി. ഈ സാധനം ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളത്തെ കഴിഞ്ഞാലും ഇത് കൊറേ കാലം യൂസ് ചെയ്യാം. അതില് കട്ട മാറ്റി ഇട്ടാ പോരെ. അങ്ങനെ അത് മറ്റേ സാധനം ബിസ്ക്കറ്റ് അല്ല ഇത് ഇവിടെ ഉണ്ട്. സാധാ സാമൂതിരിനെ പറ്റി പറഞ്ഞത് ചേച്ചി. ഇതെന്ത് നോക്കി സാമൂതിരി അതിനെ നോക്കണേ എങ്ങനെ ഇന്നൊന്ന് പൊട്ടിച്ചാണ്. തരുന്നില്ല പൊട്ടിച്ചാ. ചെറിയ കുട്ടിയാണല്ലോ, മുട്ടായി പൊട്ടിച്ചാൻ തരില്ലല്ലോ. ഈശാന്റെ ഇതൊക്കെ ഈശാന്റെ തന്നെയാ. അതിന്റെ കയ്യുമത്തെ മോതിരം കണ്ടിട്ട് ഇതൊക്കെ വാങ്ങുമ്പോ എനിക്ക് ഇനി ആലോചിച്ചൂടെ? വേണ്ട ഇത് പുതിയതാ. വേണ്ട എന്റെ ഇപ്പൊ നാള് അതൊന്നും കൊടുക്കാ. ആവശ്യമുള്ള എടുത്തോളില്ല. നിങ്ങൾക്ക് എന്താ വണ്ടി എടുത്തോളൂ. എല്ലാവരും കുറെ സാധനം ഉണ്ട്, ഒരുപാട് സാധനം ഉണ്ട്. നിങ്ങൾ നോക്കി എങ്ങനെ നോക്കി ഓറഞ്ചിന്റെ ഫില്ലിങ് വെച്ച് കാണും. സൈഡ് വലിയ 2 പോയി ഇല്ലല്ലോ. ടേസ്റ്റ് ഇല്ലേ? കഴിച്ചോക്കി ഉള്ളിൽ ഓറഞ്ചിന്റെ കഷ്ണം വെച്ചിട്ടുണ്ടോ? സെറ്റപ്പ് അമ്മച്ചെടുത്തോ. വിങ്സ് എന്നോ? എവിടുന്ന വിങ്സ് ഇട്ടേ? അവിടെ എന്തോളപ്പാ കൊച്ചമാങ്ങോ ചാവശ്യം കൊച്ചാപ്പ ആവശ്യം കഴിഞ്ഞോ? കൊച്ചാപ്പേ എല്ലായിടത്തും എത്തുണ്ടല്ലോ. ഓറഞ്ച് കൊടുത്തു കഴിച്ചു. കിസാൻ തുറന്ന ഒരുപാട് സാധനങ്ങളായിട്ടാ. ഓ മാഷാ അല്ലാ. ഇത് എനിക്ക് എല്ലാ പ്രാവശ്യവും എനിക്ക് നന്ദി പറയേണ്ട ഒരാൾ, നന്ദി പറയരുത്, എൻ്റെ പേര് എവിടെ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് എനിക്ക് സാധനം തരുന്ന ആളാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഷബാദ് കട്ട. കാരണം അത്രയും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് എൻ്റെ ലൈഫിൽ. കാരണം ഞാൻ
ഒന്നും അല്ലാതെ മണ്ടം കടിച്ചിറങ്ങുന്ന ടൈമിലും ഇപ്പം ഇത്രയും പാട്ടൊക്കെ പാടി ഇങ്ങനെയൊക്കെ ആവുന്ന ടൈമിലും എല്ലാ ടൈമിലും ഇന്നെ ഒരേപോലെ കണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തിൻ്റെ ഒരു ബ്രദർ പോലെ എന്നെ കാണുന്നതാണ് ഷബാദ്ക്ക. എല്ലാ പ്രാവശ്യവും ഇത്രയും പെട്ടികൾ കാർഗോലി 150 കിലോ മുട്ടായികളും ചോക്ലേറ്റ്സും നാട്ടിലെത്താൻ കാരണം ഷബാദ്ക്ക എന്നുള്ളൊരു വ്യക്തി ഒരൊറ്റ ആൾ മാത്രമാണ്. അതുപോലെ തന്നെ അൽമദീന സൂപ്പർ മാർക്കറ്റ്സാണ് നമുക്ക് താങ്ക്സ് പറയാനുള്ളത്. ഇത് പറഞ്ഞതിന് എനിക്ക് വാട്സപ്പിലൂടെ എനിക്ക് 2 തെറിവുകൾ ഷബാദ്ഖാൻ്റെ അടുത്ത് കേൾക്കേണ്ടി വരും എന്ന വ്യക്തമായ ബോധത്തോടു കൂടിയാണ് ഞാൻ ഇത് പറയണത്. ബട്ട് സ്റ്റിൽ അത്രയും ഞാൻ ഷബാദ്ഖാനോട് ഭയങ്കര താങ്ക്ഫുള്ളാണ് കേട്ടോ. കാരണം എല്ലാ പ്രാവശ്യവും ഞാൻ വീട്ടിലേക്ക് എന്ത് സാധനം വാങ്ങണമെങ്കിലും ഇനിയിപ്പോൾ അഥവാ ഞാൻ പോയിട്ടില്ല വാങ്ങിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോണ ഡേറ്റിൻ്റെ തലേന്ന് ഏതെങ്കിലും ഒരു കാറിൽ എൻ്റെ ഡിക്കിയിൽ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഇത് കറക്റ്റ് ഞാൻ ഗൾഫിൽ എന്നാണോ തിരിച്ചു പോണത് ആ കറക്റ്റ് ടൈമിൽ നാട്ടിൽ കൊണ്ടുള്ള സാധനങ്ങൾ ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിലും പോയി വാങ്ങിയാൽ എനിക്ക് വാങ്ങാം, പോയി വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എൻ്റെ ഡോർ സ്റ്റെപ്പിലെത്തും. അപ്പോൾ ഷബാദ്ക്കാക്ക് നമ്മുടെ ഫാമിലിയുടെ ഭാഗത്ത് ബിഗ് സല്യൂട്ട്. ഒരു താങ്ക്സ് കേട്ടോ. അത് പറയണ ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. അല്ല പക്ഷേ അല്ലേ ഇന്നെ പറഞ്ഞതിൻ്റെ തലമുറ അങ്ങനെ പറയാം. അറിയാതെ പറഞ്ഞു ക്ഷമിക്ക് ഷബാദ്ക്ക. ചില വാക്കുകൾ എങ്ങനെയാണ് അറിയാതെ പറഞ്ഞു പോകേണ്ടി അറിയാതെ എങ്ങനെ ഇൻഷാ അല്ലാഹ് എന്ന വാക്കുണ്ടല്ലോ, എന്താ വാക്കും പറഞ്ഞ പ്രതീക്ഷയോടെ പറയല്ലേ. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലോ അങ്ങനല്ലേ. ദൈവം ഗോഡ് ഗോഡ്സ് വില്ലിങ് വിധിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് നമ്മൾ ഏതൊരു കാര്യം ഫ്യൂച്ചറിൽ പറയുകയാണെങ്കിലും ഇൻഷാല്ലാനെ കുറിച്ചൊരു ഇപ്പച്ചിക്ക് ഒരു എന്തോ ഒരു കഥ പറയാനുണ്ടാ. ഇൻഷാല്ലാന്നല്ല ചില പദങ്ങൾ ആളുകൾ ഇങ്ങനെ ഉപയോഗിച്ച് അതിൻ്റെ അർത്ഥ വ്യത്യാസം വന്നു തുടങ്ങും. അതിൽപ്പെട്ടൊരു പദമാണ് ഇൻഷാല്ലാ എന്നാണ്. ശരി, യഥാർത്ഥത്തിൽ എന്താണ് പഠിച്ച ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാനത് സാധ്യമാക്കി തരാം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയും, ഞാൻ വരാം, അങ്ങനെയൊക്കെയാണ് അർത്ഥം. അങ്ങനെയൊക്കെ ഒരാളുടെ സാധുവിന് ഒരു 5000 റുപ്യേൻ്റെ ആവശ്യം വന്നു. എൻ്റെ കൂട്ടുകാരനടുത്ത് പോയിട്ട് പറഞ്ഞു, എടാ ഒരു 5000 റുപ്യ നാളെ കടം തന്നെ കേട്ടോ. അപ്പോൾ മറ്റേ ചങ്ങായി പറഞ്ഞു ഇൻഷാല്ലാ. എടാ ഇൻഷാല്ലാ പറഞ്ഞില്ലേ ചെയ്യാൻ, ഞാൻ തരണ്ടേ. അങ്ങനെ പറയാം. ഇൻഷാല്ലാ പറഞ്ഞാൽ ചില ആൾക്കാർ മെല്ലെ പറ്റിക്കും, അത് അവിടുന്ന് ഒരു പ്രതീക്ഷ നൽകി പറ്റിക്കും ചില ആൾക്കാർ. അല്ല, ഒഴിവ് കഴിവ് ഇപ്പം അങ്ങനെയൊക്കെയാണ്. ഒഴിവ് കഴിവ് പറയാനുള്ള ഒരു വേർഡായിട്ട് മാറിയിട്ടുണ്ടല്ലോ. അടുത്ത ഞായറാഴ്ച അപ്പൊ ഞാൻ അങ്ങനെ എന്നെ കല്യാണത്തിന് വിളിക്കുമ്പോ പറയലേ അല്ല അർത്ഥം അറിഞ്ഞുകൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ മനസ്സിൽ വെച്ച് കണ്ടെന്താണ് ഇതൊക്കെ അങ്ങനെ പറഞ്ഞ വിളിച്ചോ വരാൻ വിചാരിച്ചിട്ടില്ല എന്നാണെങ്കിൽ അവിടെ ഇൻഷാല്ലാ പറയുന്നത് അല്ലേ. അല്ല ഞാൻ ശ്രമിക്കലുണ്ട്, അപ്പൊ ചെയ്തൂടെ. പക്ഷെ വേറെ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും കാര്യങ്ങൾ ഇടയിൽ വരുമ്പോ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും, എനിക്ക് പറയാം. പരിപാടി ഇല്ലാതെ ചെല്ലാന്ന് വിചാരിച്ചു, എനിക്ക് ഇടയ്ക്ക് പ്രോഗ്രാം വന്നു, പോകാൻ കഴിഞ്ഞില്ല, എൻ്റെ കുറ്റല്ല. നേരെ മറിച്ചെന്താണ് ഞാൻ ഒരിക്കലും ആ പരിപാടിക്ക് പോകൂല എന്ന് ഒരാൾ തീരുമാനിച്ചിട്ട് മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ട് പ്രതീക്ഷ അപ്പൊ തന്നെ തീരുമാനിച്ചില്ല പറയണം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറയും ഇൻഷാല്ലാ എന്ന് പറയും. ആ പറയുന്നത് ശരിയല്ലാന്നാണ് മനസ്സിലായി. പക്ഷെ ആള് പറയുന്നതാണ് പിന്നെ ഞാൻ ദൂരെയാണ്, അത് എനിക്ക് ആ പരിപാടി അന്ന് വേറെ പ്രോഗ്രാം ഉണ്ട്, ഇൻഷാല്ലാ പറഞ്ഞാൽ പറ്റിക്കുന്നു. പറ്റൂല എന്ന് പറയാം. അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി അപ്പന് കൊടുക്ക സൈഡ് ബാഗ്, അത് പെച്ചിക്കാണ് സൈഡ് ബാഗ്. ഇപ്പച്ചി എന്താ വാടക പിരിപ്പിച്ചാൻ പോകുന്നുണ്ടോ? അങ്ങനത്തെ ടീഷർട്ട് ഭാഗമുണ്ടോ? എനിക്ക് ഭാഗമുള്ളതാട്ടോ. ഇത് കറക്റ്റ് ആഫിയെ, ഒന്നും പറയാല്ല. റിപ്പോച്ച ഓജിയോ ഇതെന്താ എങ്ങോട്ടാ? ബ്രോക്കർ നല്ല കുട്ടികളൊക്കെ 24 താഴേക്ക്. ഈ ബാഗ് ഇങ്ങോട്ട് കാണുമ്പോ എനിക്ക് ഓർമ്മയുള്ളതേ ഞാൻ സ്കൂൾക്ക് പോയിട്ടതാണ്. ഇതിലൊരു 2 ബസ് ഉണ്ടായിരുന്നു കേട്ടോ, 2 ബസ് ഉണ്ടായിരുന്നു. ഒന്ന് നിലമ്പൂർ റോഡ് വൈസ്, മറ്റൊന്ന് ഉഷ. നിങ്ങൾക്ക് അറിയാമോ ആ ബസ്? കണ്ടക്ടർ
കണ്ടക്ടർ അല്ല പറയാ. അപ്പൊ അതിന് ഈ ബാഗ് തന്നെ ഒരു വയസ്സായ ഒരാളുണ്ടാവും, അയാൾക്ക് ഇതേപോലത്തെ ബാഗ് ഉണ്ടാവും. എന്നിട്ട് അറിയും അവിടെ മരിച്ചു പോയിട്ട് പുറത്തു കേട്ടോ ഉണ്ടാവില്ല. ഇവിടെ ആ കുട്ടി ഈ കുട്ടി അപ്പുറം ഇപ്പുറം ഇതിങ്ങനെ ഇങ്ങനെ ആ കമ്പില്ലേ ഒരു കമ്പി ഉണ്ടാവാൻ ബാഗ് അവിടെ പോയി ചാരിക്കും. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവില്ല, ബാലൻസ് ചെയ്ത് വെക്കും. ഇതേപോലത്തെ സാധനം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ എങ്ങനെയാണ് ഇടുക ഇതയച്ചു കണ്ട് അവിടെ ഇവിടെ അപ്പുറത്ത് കറക്റ്റ് ഫിറ്റ് അല്ലേ? 2022 ഇതൊരു പ്രയോജനം വേൾഡ് ചാമ്പ്യൻസ് രസല്ലേ? യാത്ര പോകുമ്പോ സോ അർജന്റീന ഫാൻസ് ഒക്കെ കമന്റ്സ് ചെയ്യാ, അല്ല കമന്റ് ചെയ്യാ. പറ്റിപ്പോയി. അർജന്റീന ഫാൻസ് എല്ലാവരും കമന്റ് ചെയ്യാട്ടോ. അർജന്റീനയുടെ ജേഴ്സി എല്ലാവരും ഫ്ലാഗ് ഇടുക. ഇതുണ്ട് പോളണ്ടിന്റെ ഹോളണ്ടിന്റെ എന്തൊക്കെയാ പറയുന്നത്? രസല്ലേ? So cute. Look, beer. My beer. Papa beer. My beer boy. ഇനി തമാശ പറഞ്ഞാൽ തന്നെ ചോക്ലേറ്റ് എടുത്ത് വല്ലോ കേട്ടോ. അപ്പൊ ഏതായാലും എനിക്ക് പിന്നെ ബാഗ് തന്ന വ്യക്തി, ബാഗ് തന്ന ആളാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ഇങ്ങനെ മാത്രം കണ്ടിട്ടില്ല, എല്ലാരും ഉണ്ടല്ലോ. ഇപ്പാ ആശയക്കുഴപ്പമുണ്ടാക്കല്ലേ ആരാധകരുടെ ഇടയില്. ഇപ്പൊ സിറ്റി കൊറേ ഉണ്ട്, ജേഴ്സി കൊറേ ഉണ്ട്. പിന്നെ ഇത് അഫിക്ക് പറ്റിയല്ലേ? നല്ലതൊക്കെ മാറ്റിച്ചാണ് തൊടുപ്പൊളികളൊക്കെ അഫീഫിനും എല്ലാം കൊടുത്തിട്ട് കാണിച്ചു കൊടുക്കേ. അർജന്റീന മാച്ച് ആഫിയ ഗ്യാപ്പ് ഉണ്ട്. ചോക്ലേറ്റ് വാച്ച് നോക്കിക്കോട്ടോ, ക്ലോക്ക് 1 മണിക്കൂർ ലേറ്റ് ആണേ. വണ്ടി 8:15. എത്ര മണിക്ക് മുമ്പോ? എന്റെ ആ ഷോപ്പിൽ പോയി വ്ളോഗ് എടുക്കണ്ടേനോ? ബിസ്ക്കറ്റ് ഇത് ഷുഗർ ഫ്രീ അല്ലേ? അല്ല, ഒന്നും ഷുഗർ ഫ്രീ. അതിനെന്താ അറിയോ, ഇത് ഗൾഫിലെ സാധനങ്ങളായോണ്ട് അങ്ങനത്തെ പൊട്ടണൊന്നും വരൂല. ഡൽഹി പോയിട്ട് വാങ്ങണം, അപ്പോഴാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരിക. ഇതേ ബ്ലാക്ക് ചെറി, അതായത് ഒറിജിനൽ ഫ്രൂട്ട്സ്, അതിക്ക് അത് വെച്ചിട്ടുണ്ടാക്കിയ ജാമാണ്. മിക്സിംഗ് ഒന്നും ഇല്ലാണ്ട് ഇതിൽ ജാം തേക്കുമ്പോൾ ഫ്രൂട്ട്സ് അതിന്റെ കൂടെ വരും. അങ്ങനത്തെ ജാമാണ്, സൂപ്പർ ജാമാണ്. അതും അങ്ങനത്തെ ജാമാക്കല്ലേ. കാപ്പി, ഇത് വിരുന്നേരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാനുള്ള സൂപ്പർ കാപ്പിക്കുള്ള. അപ്പൊ എന്തായാലും പൂപ്പല് വന്ന് പോകും. എടാ ഇതൊരു ഞാൻ പറയാത്തന്നെ വെച്ചടാ. ഇതില്ല കേട്ടോ, പക്ക എഞ്ചിനീയറാണിത്. ജിഞ്ചർ ഷോട്ട് അത് ഫ്രിഡ്ജിലില്ലേ? ഫ്രിഡ്ജിലില്ലേ? അത് കഴിഞ്ഞിട്ടില്ലല്ലോ, അത് കൊടുക്കരുത് ആർക്കും. കാരണം ഇതെന്താ പറയുക, ഭയങ്കര ചവർപ്പാണ്, ആർക്കും കുടിക്കാൻ പോലും കഴിയില്ല. ഒരിക്കലും കൊടുക്കരുത് പ്ലീസ്. ജിഞ്ചർ ഷോട്ട്. അസ്സലാമു അലൈക്കും. ഫ്രണ്ടാ? വലൈസ്ലാം. വലൈസ്ലാം. അപ്പൊ നമുക്ക്
കല്യാണം പറച്ചിലാര് കുറച്ച് ആൾക്കാർ വന്ന് അപ്പോൾ അതിൻ്റെ കുറച്ച് ലാഗ് വന്നിട്ടാ. ഇതാ നമ്മളെ പ്രിയപ്പെട്ട സ്റ്റുഡൻ്റാണേ. സ്റ്റുഡൻറ്റിൻ്റെ കല്യാണം പറയാൻ വന്നാണ് പച്ചിമച്ചൊക്കെ പഠിപ്പിച്ച കുട്ടികളെ. ഗരം മസാല നീ വീണ്ടും വിജയിച്ചിരിക്കുന്നു. നിന്നെ ഞാൻ എന്ത് വേണം എടുത്ത് ഇതേപോലെ മുട്ടായി. എനിക്ക് ഇതിലാറൊക്കെ ഞാനേ ഈ സാധനം ഖത്തറിലൊക്കെ പോയിട്ട് വാങ്ങിയിട്ടേ മസാലകളല്ലേ അവിടുത്തെ മസാല നല്ല ടേസ്റ്റാണ്. അടിപൊളി സ്പൈസസാ വാങ്ങിയത്. പൂച്ചന്റെ തീറ്റയാ പൂച്ചന്റെ ബെല്ലച്ചന്റെ ഇന്ന് നമ്മള് പൈസ കൊടുത്ത് വാങ്ങി. നമ്മള് അല്ല കുഴപ്പമില്ല. അവിടെ കൊണ്ടുവച്ചാ ആ പുറത്തോട് ഇമ്പീരിയൽ കുവൈത്തിന്റെ അല്ല ഇമ്പീരിയൽ കുവൈത്ത് അല്ല ഇമ്പീരിയൽ ലെതർ സോപ്പ്, ബോഡി ലോഷൻ. എടാ ഈ സാധനം അഭിപ്രായില്ല മിന്നി ഈച്ചോ, അപ്പിയേ. പാൽപ്പൊടി. ഏ. നാപ്പത്തി പൈസ കാണുമ്പോ ഞാൻ പറഞ്ഞിട്ടോ. പാൽപ്പൊടി കൂടി കുടിക്കാൻ ഞാൻ ഞാനിന്റെ എല്ലാവർക്കും ഒരു വിചാരം ഉണ്ട് നമുക്ക് അടുക്കള പരമായിട്ട് വലിയ അറിവില്ല. സംഭവം സത്യമാണെങ്കിലും അടുക്കളയിൽ വിജയിച്ചു. അത്രേ ഉള്ളൂ. ഇത് അത് പിന്നെ എനിക്ക് തന്നെ വാങ്ങിയതാണ്. ആൾക്കാര് പറയും ഒരു ഫെയറി ഒരു സോപ്പും പൊടി പാൽപ്പൊടി കൊണ്ടുവന്നാല് അടുക്കളയെത്തോടെ വെറുതെ ഇത് പിന്നെ എനിക്കൊരു പുതപ്പ് വാങ്ങിയതാണ്. കൊട്ടല്ലേ കൊട്ടല്ലേ മണിമണിയാണ്. ആകെ ഉറങ്ങാൻ മാത്രം പരിക്കുമല്ലോ. അതിലൊരു സിംഗിൾ പുതപ്പ് വാങ്ങി. ഇത് വാങ്ങിയപ്പോ പീഡിയക്കാരൻ ചോദിക്കാണേ അതാ ഇത് ഇത് കറല്ല ഡിസൈനാ ആ ഡിസൈനാ അതൊരു തെങ്ങിന് ഡിസൈനാ. ഇതൊരു തെങ്ങിന്റെ എന്താ ചിത്രാ. ഞാൻ അല്ലേ എന്തെങ്കിലും ഒരു സാധനം ലീക്കായി കാണും. അതൊന്നും കുഴപ്പമില്ല. അപ്പം ഇത് വാങ്ങാട്ടോ. അതിലിത് ചെറുതല്ലേ ചോദിച്ചു. അതില് ഞാൻ സാധനം വാങ്ങാം. അതിന്റെ വലുതുണ്ട്, സിംഗിളും ഉണ്ട്, ഡബിളും ഉണ്ട്. ഇത് സിംഗിൾ അല്ലേ ചോദിച്ചു. അപ്പം മൂപ്പര് അപ്പൊ ജു സിംഗിളല്ല എനിക്കിപ്പോ ഇതുപോലെ ആ ഇപ്പൊ ഒറ്റക്കല്ലേ കിടക്കണ ചോദിച്ചു. ആ ഒറ്റക്ക ഇപ്പൊ ഇത് മതിട്ടോ പറഞ്ഞു. അയാളിത് തന്നടാ. പക്ഷെ അയാള് സിംഗിളാക്കി തന്നു. എന്താ അറിയില്ല. എന്താ ഈ പെട്ടിയും കഴിഞ്ഞിട്ടാ. ഇനിയുള്ള കുറച്ച് സമ്മാനങ്ങളുണ്ട്. ഇതാ ഇപ്പച്ചിക്കൊരു വാച്ച്. സമയം തീ പറയ വാച്ചാട്ടോ. ഒന്നും ഉണ്ടായിട്ടല്ലേ. ഓ എന്തേലും പറ്റുമ്പോ മനുഷ്യന്മാർ അങ്ങനെയാണല്ലോ ആർക്കല് സ്റ്റൈലാക്കി. എന്തിനാണ് ഇജ്ജ് പോയൊക്കെ അതൊന്നും പോയൊക്കെ വിജയിപ്പിക്കുന്നത്. പിന്നെ പറഞ്ഞേ ഇതാ ഒരു വാച്ചും കൂടി. ഇപ്പച്ചിന്റെ വാച്ചിന് പെട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പച്ചിക്കാണ് ആൾക്കാരൊക്കെ ഇപ്പച്ചിക്കാ കൊടുക്കണേ. എന്താ കാട്ടണേ? എന്താണ് ഇപ്പച്ചിന്റെ ഫാൻസ് ഒക്കെ കമോൺ. മനസ്സിലായി. ലേറ്റർ ലേറ്റർ തീ വരും അങ്ങനെ എന്താ സംഭവം? ഇതെവിടുന്നാ? ഇതെവിടുന്നാ? ഇതാ ഇപ്പച്ചിക്ക് 2 വാച്ചിട്ടാ. അപ്പൊ അതുകൊണ്ട് ഇപ്പച്ചി ഫാൻസ് ഒക്കെ അവിടെ വരട്ടെ. ടൈം ഹൗസ് അല്ലേ? ടൈം ഹൗസ്. ടൈം ഹൗസ്. താങ്ക് യു. ഒരു ടൈം ഹൗസ് കുവൈത്തിൽ ഇർഷാദ് കാക്ക് ഒരു താങ്ക്സ്. ഓക്കെ കുവൈത്തിലെ ഇർഷാദ് കാക്ക് ടൈം ഹൗസ് നല്ല ഇഷ്ടപ്പെട്ട കളറ്. ഇപ്പച്ചിക്ക് ഇഷ്ടമാണ്. ഇത് എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അതേപോലെ തന്നെ ഒരു ഇതും കൂടി ഉണ്ട്. എന്താ ഇത് ഇപ്പച്ചിക്ക് തന്നാ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇത് ഓട്ടോമാറ്റിക് ആട്ടോ. കിട്ടില്ല വാച്ച് എന്തായാലും. ഇത് നിങ്ങൾ കെട്ടി ഓട്ടോമാറ്റിക്. ഇത് 30 കേട്ടോ. ഇതും കേപ്പിക്ക് 30 കൊടുത്ത വാച്ചാട്ടാ. ടൈം ഹൗസ്. താങ്ക് യു. ആ നല്ല വാച്ചാ. നമ്മൾ രണ്ടാളുടെ ഒന്നാ കെ പി
രണ്ടും ഏകദേശം സെയിം ആണ്. ഇത് ഉമ്മച്ചിക്കുള്ളാട്ടോ. ഡയമണ്ട് ഉണ്ട് ഇതിമ്മ. ഇവിടെ ഡയമണ്ട് ഉണ്ട് ഈ സാധനം. ഇത് ഉമ്മച്ചിക്ക് കേട്ടോ. അയ്യോ മാഷാല്ലാ ഇന്റെ പെട്ടിയൊക്കെ രസം. ഇത് ഇതെന്താ ഇങ്ങനെ കളറ്? മോനാണ്. കേടത്തല്ലേ? ഇത് ഡയമണ്ടിന്റെ ബില്ല്, അതിന്റെ ബില്ലും രേഖകളും. ഇതിന്റെ ഒരു മുത്ത് ഡയമണ്ടാണ്. വില പിടിപ്പുള്ള വാച്ചാണ്. നീ കോമഡി പറയരുത് കേട്ടോ. കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ വെള്ളമാണതാ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? എന്തേ പിന്നെ അടിയേക്കാരല്ലേ ഇതാട്ടോ. ഇതാട്ടോ ഒരു ലോഡ് സ്പ്രേ. അഹമ്മദ് അൽ മൈരിബിന്റെ ആണ് കേട്ടോ. അതും പറയാം. ഇത് ഫുള്ള് അതല്ലേ ചളി. ഓരോ സ്പ്രേ നല്ല മണമുണ്ട്. ഇതിനും കുറെ സാധനങ്ങൾ. ഇത് എനിക്ക് ഇത് ഞാൻ എടുത്തു 100%. ഇങ്ങോട്ട് വരടാ. ഇത് ജഗ്. ഇതെന്താണ് നൂറ? ടംബ്ലറല്ല, ഫ്ലാസ്ക്. സാധാ ഫ്ലാസ്ക്. പക്ഷെ ഇതിന് അടപ്പ് എങ്ങനെ കുടിക്കാം? ഞാൻ ലൂസാക്കിട്ടോ. ബുദ്ധി എനക്കുള്ളൂ. പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും ബുദ്ധി കൊണ്ട് നീ വളരെ ദൂരത്തിലാണ് നൂറ. എന്നെ കുറിച്ചോ? ഇത് കുറിച്ചോ? അപ്പം ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുവന്നത് കേട്ടോ. ഇനി ഇപ്പൊ ചീക്ക് കുട്ടിയ ഗിഫ്റ്റ്. ഇതാരാച്ചാ? ആരവണം. താങ്ക് യു കേട്ടി. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അരവണ പായസം നമുക്ക് രണ്ടാമത്തെ ബോട്ടിലെത്തിയിട്ടുണ്ട്. ആദ്യത്തെ ബോട്ടിൽ ഏകദേശം കഴിഞ്ഞു. അപ്പം ഇനി രണ്ടാമത്തെ ബോട്ടിലാണ് ഞങ്ങൾക്ക് കഴിക്കാനുള്ളത്. ഇതാരാച്ചാ? ഇത് ഫ്രിഡ്ജിൽ മെല്ലെ വെച്ചാ. സ്നേഹം നിറഞ്ഞ ഹനാൻഷാ ഫാമിലിക്ക്. ഹനാൻഷാ ഈച്ചു ആൻഡ് സ്റ്റീൽ, നിങ്ങൾ ഇത്ര വിവരങ്ങൾക്ക് എത്തിച്ച ഞങ്ങൾ ഉമ്മച്ചിക്കൊരു പൊന്നു സമ്മാനം. UAE അല്ലൈനിൽ നിന്നാണ് ഞങ്ങൾ ഈ കത്തെഴുതുന്നത്. നൂറെ എന്ന ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഗിഫ്റ്റാണ്. നൂറെ എന്ന ഞങ്ങളുടെ ഒരു ചെറിയ സ്വപ്നം ആണ് ക്ലോത്തിങ് ബ്രാൻഡ്. തുടങ്ങിയപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു ഉമ്മച്ചിക്ക് ഒരു സെൽവാർ ഗിഫ്റ്റ് ചെയ്യണമെന്ന്. പക്ഷേ എങ്ങനെ എവിടെ കൊടുക്കണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഹസ്ന സുഹൈൽ വഴി ഞങ്ങൾക്കൊരു അഡ്രസ്സ് കിട്ടി. ഇതവിടെ എത്തുമോ, ഉമ്മച്ചിക്ക് സെൽവാർ കിട്ടുമോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. കിട്ടുമെന്ന വിശ്വാസത്തോടെ സ്നേഹത്തോടെ തസ്നി, സബിത, സാമ്യ, ഷബിന. ഈ ലെറ്റർ വ്ളോഗിൽ വായിക്കരുത്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞിട്ടേ ലാസ്റ്റ് എഴുതി വെച്ചിക്കണോല്. എന്താ ഇത് വ്ളോഗിലൊന്നും വായിക്കരുത് കേട്ടോ ലെറ്റർ. ഇവിടേക്ക് എന്താ വെച്ചാൽ അത് പരസ്യമാക്കപ്പെടും. എന്താ സൽവാർ? ഉമ്മച്ചിക്ക് ഒരു കളർഫുൾ സൽവാർ, പിന്നെ പെർഫ്യൂമും, പിന്നെ സൽവാർ, ഒരു ഫ്രെയിമും. അതെവിടപ്പാ? അപ്പോൾ ഇത് അതേപോലെ ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മളെ അടുത്ത കുടുംബക്കാരനെ തുടങ്ങിയ ഒരു പെർഫ്യൂമിൻ്റെ പരിപാടിയാണ് കേട്ടോ. ലയാലി പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷറി ഗിഫ്റ്റ് സെറ്റാണ്, റവ ഫ്രാഗ്രൻസ് എന്ന് വരുന്നത്. അപ്പോൾ ഇത് ഇപ്പച്ചീൻ്റെ വളരെ അടുത്ത സുഹൃത്തും, അതായത് ഇപ്പച്ചീനെ
വീണോ ഇല്ലല്ലോ. ഇപ്പച്ചി ഗൾഫ് പോയ ടൈമിൽ എന്തൊക്കെയാ ഇനി ഇപ്പച്ചിനെ നോക്കിനെ ഫുള്ള് ഓലല്ലേ ഞങ്ങൾ പോയപ്പോൾ കുറച്ച് കാലം അവിടെ പോയപ്പോൾ നമ്മുടെ കുടുംബം തന്നെയാണ്. അപ്പാൻ്റെ പിന്നെ മോളാണ്. അവൻ്റെ മോൻ്റെ ഒരു സംരംഭമാണിത്. പിന്നെ അവരിപ്പോൾ അവന് ഹാഫിളാണ്. നമ്മളെ ഇവിടെ പള്ളിയിലൊക്കെ ഇമാമത്തൊക്കെ നിന്നിരുന്നൊരു പയ്യനാണ്. ഷെയ്ഖ് മുജീബ് എന്നാണ് ഉപ്പാൻ്റെ പേര്. അവരുടെ പിന്നെ ഒരു സംരംഭമാണ് ലയാലി. ഇത് എന്തിനാണ് അവിടെ 3 പേരില്ലേ? പേരില്ലേ. ഇത് കൂടുതൽ നല്ല നല്ല അടിച്ചു നോക്കിയിട്ട് ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈറ്റ് അടിക്കാൻ തുടങ്ങി. നല്ല സ്മെല്ലല്ലേ? നല്ല സ്മെല്ല്. അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ID ഗിഫ്റ്റ് കൊടുക്കാൻ കിട്ടുന്നതായിരിക്കും. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ഒരു പാക്കിംഗ് ആണ് സാധനം വരുന്നത്. സോ മസ്റ്റായിട്ടും ഗൾഫിലൊക്കെ ഉള്ളവർ ഇതിപ്പോൾ ഇവിടെ അവൈലബിൾ അതോ ഗൾഫിലാണ്? ഗൾഫിലാണ് ഇതിൻ്റെ സൗദിയിൽ റിയാദിലാണ്. റിയാദ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. സോ അവിടെ ഉള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്നത്തെ. എന്താ ജോല പറ്റി? എന്താ എവിടെ? അത് നമ്മളെ ഹിൽനസ്. ഗോൾഗേറ്റോ? കോൾഗേറ്റ് എന്തൊരു ഗോൾ എന്നൊക്കെ പറയണേ ഒറ്റ മോശമാക്കിട്ടോ. ഇതിലുണ്ടത് നേര് പറയിട്ട് സാധനം ഇതിലുണ്ട്. അപ്പം ഈച്ച എന്ത് ചെയ്തു? അജുവലിന്റെ മേത്ത് ഗോൾഗേറ്റ് വരച്ചു. എന്താ ആളെ ഇപ്പന്റെ മേത്ത് എന്തിനാ ഗോൾഗേറ്റ് വരച്ചേ? എന്താ? അപ്പൊ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. അത് ഈച്ചോന് കിട്ടിയ ഗിഫ്റ്റ് ആട്ടാ. സെയിം ഗിഫ്റ്റായി. ഗിഫ്റ്റ് കിട്ടുമ്പോൾ അങ്ങനെ കിട്ടണം. ഇതോ ഫാത്തിമേ ഇന്ന് ട്രെയിനിൽ കൊണ്ടുപോകട്ടോ. അപ്പം ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ സാധനങ്ങൾ ഫുള്ള് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ. അപ്പോൾ ഇതിൽ എനിക്കാകെ ഞാനിത് കൊണ്ടുവന്ന സാധനങ്ങൾ എനിക്ക് ഉപകരിക്കുന്ന സാധനങ്ങളാകെ ഞാൻ വാങ്ങിയിട്ടുള്ളത് അവിടെ വെച്ചിങ്ങനെ 2 തൊണ്ടവേദനൻ്റെ മരുന്നും പിന്നെ ഒരു ഊരവേദനൻ്റെ മരുന്നും കേട്ടോ. എവിടെ അടിച്ചു നോക്കുക ഫുള്ള് പല മണാവട്ടെ. അപ്പം നിങ്ങളഞ്ഞി മരുന്ന് എടുക്കട്ടെ കേട്ടോ. തിലാൽ അയാൻ പേരാണ്. ഇതാണ് തിലാല് അയാന് പിന്നെ നൂബ. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടതടി ഓരോരുത്തർക്ക് ഓരോന്നാണ്. അപ്പം ഇത്രയും സാധനങ്ങൾ ഞാൻ 150 ഇല്ല, ഒരു 100 kg 120 kgൻ്റെ അടുത്ത് ഇനിയും ലഗേജ് വരാണ്ട് കേട്ടോ. ഈ പെട്ടി മാത്രമല്ല, അതൊരു 10-30 kgൻ്റെ പെട്ടിയാണ്, അതൊരു 10-30 kgൻ്റെ പെട്ടിയാണ്. ഞാൻ ഇന്നലെ കൊടുന്നൊരു 10-30 kgൻ്റെ പെട്ടിയാണ്. ഇനി വരാനുള്ളത് ഒരു 10-40-50 kgൻ്റെ പെട്ടിയാണ്. ഈ സാധനങ്ങളിൽ മൊത്തം വാങ്ങിയതിൽ എനിക്ക് ആവശ്യപ്പെട്ട് വാങ്ങിയ 2 സാധനം ഇതാണ് കേട്ടോ. ഒന്ന് തൊണ്ടവേദനൻ്റെ തേനുള്ള മരുന്ന്, ഒന്ന് തൊണ്ടവേദനൻ്റെ വേറെ മരുന്ന് കേട്ടോ. അതാണ്. അപ്പോൾ ബോയ്സ് എപ്പോഴും പാവങ്ങളാവും. വീട്ടുകാർക്ക് വേണ്ടി എല്ലാ ബോയ്സിൻ്റെ അവസ്ഥ എനിക്കറിയാം. ബോയ്സ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഗേൾസ് ഉണ്ട്. ഇനിയിപ്പോൾ പക്ഷാഭേദം നടത്തിയെന്ന് പറയണ്ട, ഒരുപാട് ആൾക്കാരുണ്ട് സ്വന്തം വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരുടെ ജീവിതം ഒരർത്ഥമുള്ള ജീവിതമായിട്ട് എല്ലാവർക്കും ഇങ്ങനത്തെ അനുഗ്രഹങ്ങൾ, അതായത് വീട്ടിൽ ഗൾഫിലൊക്കെ പണിയെടുക്കുന്നവർക്കും വർക്ക് ചെയ്യണവർക്കും വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ എന്നും നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എന്നും നിങ്ങൾ ഇതിൻ്റെ പ്രാർത്ഥനയിലുണ്ടാവും. കാരണം വീട്ടുകാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു എയിം നിങ്ങൾക്ക് ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ നോക്കുക, അനിയന്മാരെ നോക്കുക, കൂടപ്പുറപ്പുകളെ നോക്കുക, കൂട്ടുകാരെ നോക്കുക എന്നുള്ളൊരു എയിം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ പടച്ചോന് മേലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. അതായത് സെൽഫിഷ് അല്ലാണ്ട് ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരിയാവുന്ന രീതിയിലാണ് നിങ്ങളുടെ ജീവിതം. അങ്ങനെയാണ് നിങ്ങൾ ജീവിക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ ദൈവ ഉയരങ്ങളിലേക്ക് എത്തിക്കും. അല്ലെങ്കിൽ എത്തിക്കണുണ്ടാവും. പക്ഷേങ്കിൽ ഇത് ഞാൻ എൻ്റെ ഒരു ലൈഫ് ഫോർമുലേറ്റ് ഞാൻ കാണുന്നതാണ്. എപ്പോഴും ഞാൻ ബാക്കിയുള്ള സന്തോഷത്തിനാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. എൻ്റെ സന്തോഷത്തിലുപരി എൻ്റെ സന്തോഷം ഒരു പോയിന്റ് പോലും നോക്കാണ്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി ഓടുന്ന മനുഷ്യനാണ് ഞാൻ. സോ എല്ലാവർക്കും ഇന്നത്തെ ഒരു അൺബോക്സിങ് സംഭവങ്ങൾ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. കുറേ വാച്ചും സാധനങ്ങളും എല്ലാവർക്കുള്ള സാധനങ്ങളും എല്ലാവർക്കും കിട്ടി. സോ അതുപോലെ തന്നെ വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ പേരൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും സംഭവങ്ങളും നമുക്ക് വരാനുണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാം കേട്ടോ. വ്ളോഗ് കാണുന്നോല് എന്തായിരിക്കും സംഭവം, എന്താണ് നമ്മൾ
അതൊക്കെ സർപ്രൈസാണ്, അതൊക്കെ അറിയാൻ പോണുള്ളൂ. അതാണ് അടക്കി. അതാർക്കും അല്ല, അത് അവിടുന്ന് കൊടുന്ന് അവിടേക്കൊരു ഓർഡർ പോയി. അപ്പോൾ അവിടെ അളവ് കറക്റ്റ് ആക്കാത്തതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്ന് രണ്ടാമത്തെ അളവ് കറക്റ്റ് ആക്കിയിട്ട് പിന്നെ അയക്കാനുള്ളതാ. ചെറിയ അളവിൽ ചെറിയ മിസ്റ്റേക്ക് വന്ന്. അപ്പം മിസ്റ്റേക്ക് അല്ല, അതെന്താ വെച്ചാൽ അവിടെ നമ്മൾ എക്സിബിഷൻ പോലെ വെച്ചിനി. അപ്പോൾ പെട്ടെന്ന് അളവ് എടുത്ത് കുറേ ഓർഡർ കൊടുത്ത് ഒന്നിൽ മാത്രം ഇങ്ങനെ ആയപ്പോൾ ഞാൻ തന്നെ കൊടുക്കുന്നത് സാധനം, ഞാൻ തന്നെ മാറ്റി കൊടുക്കുക. അപ്പോൾ എന്തായാലും അതെന്താവും സാധനം, എവിടെയാവും ഷോപ്പ്, എന്താവും സാധനം എന്നുള്ളതൊക്കെ എല്ലാവരും ഗസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് കമൻറ്റ് ബോക്സിൽ ഗസ് ചെയ്യുക എവിടെയാണ് വരാൻ പോണത്, എങ്ങനെയാണ് വരാൻ പോണത്. സോ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. മസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വി ആർ ഗോയിങ് ടു 28 lakh സബ്സ്ക്രൈബേഴ്സ് വെരി സൂൺ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടുന്ന 4ാമത്തെ ദിവസമാകുന്ന എല്ലാവർക്കും വ്ളോഗ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വ്ളോഗ്സ് എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വ്ളോഗ് ഗൈസ്. മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ.